ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗ്രാഫ് ട്രാവേഴ്സൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന രണ്ട് ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതംസ് എന്ന് പറയുന്നത് BFS ആൻഡ് DFS. അൽഗോരിതം അല്ല, നമ്മൾ അതിൻ്റെ ലോജിക്കാണ് മനസ്സിലാക്കുന്നത്. സോ ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ തരുവാണ് നമ്മുടെ അടുത്ത്, ഒരു ഗ്രാഫ് തന്നിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ BFS ട്രാവേഴ്സിൽ അല്ലെങ്കിൽ ഒരു DFS ട്രാവേഴ്സിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഓർഡറിൽ എഴുതാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ തന്നേക്കാം, ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സൽസ് സീക്വൻസ് ഓർഡർ തന്നിട്ട് ഇതിനകത്ത് DFS ഏതാണ് എന്ന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. റൈറ്റ് ആയിട്ടുള്ള ട്രാവേഴ്സിലാണോ അല്ലേ, അല്ലെങ്കിൽ BFS ഫോളോ ചെയ്യുന്ന സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതിന് വേണ്ട കുറച്ച് ലോജിക്കാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ BFS എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതം ആണ്. ഒരു നോഡിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്യും, ആ നോഡിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള നോഡ്സ് എല്ലാം വിസിറ്റ് ചെയ്യുക. അഡ്ജസന്റ് നോഡ്സ് എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ അഡ്ജസന്റ് നോഡ്സിലോട്ടായിരിക്കും ദെൻ ട്രാവേഴ്സ് ചെയ്യുന്നത്. അതായത് ഒരു ഈ BFSനകത്ത് ആക്ച്വലി നടക്കുന്നത് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എല്ലാം എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്യും. ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വെർട്ടിസസ് ആയിരിക്കും ആദ്യം വിസിറ്റ് ചെയ്ത് പോകുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത ലെവൽ ഓഫ് വെർട്ടിസസ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് മെയിൻലി ട്രാവേഴ്സൽ നടക്കുന്നത് ലെവൽ ബൈ ലെവൽ ആയിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ഗ്രാഫ് അൽഗോരിതംസ് കേട്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് ഡൈക്സ്ട്രാസ് അൽഗോരിതം കേട്ടിട്ടുണ്ടായിരിക്കും, പ്രിംസ് അൽഗോരിതം കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഡൈക്സ്ട്രീം പ്രിംസ് ഒക്കെ ബേസ്ഡ് ഓൺ BFS ആണ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഓക്കെ, ഡയറക്റ്റഡ് ആയിക്കോട്ടെ അൺഡയറക്റ്റഡ് ആയിക്കോട്ടെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ സൈക്കിൾ ഉണ്ടോ, സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് BFS യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു അൺവെയ്റ്റഡ് ഗ്രാഫ് തരുവാണെങ്കിൽ അതിലെ ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും BFS യൂസ് ചെയ്യാം. ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിലൊക്കെ ഗ്രാഫ്സ് യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയും. മെയിനായിട്ട് BFS ആണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ട്രാവേഴ്സൽ നടത്തുന്നത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സോഴ്സ് നോഡ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സോഴ്സിൽ നിന്നായിരിക്കും എല്ലായ്പ്പോഴും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, BFS പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. BFSൽ നമ്മൾ ക്യൂ ഡേറ്റ സ്ട്രക്ചറും DFSൽ നമ്മൾ സ്റ്റാക്കുമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ BFS ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഓരോ നോഡ്സും വിസിറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൂളിയൻ അറേ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഏത് ഓർഡറിലാണ് നമ്മൾ നോട്ട്സ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്, അത് ആ ഒരു ഓർഡർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു അറേയും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അൽഗോരിതത്തിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർത്ത് വെക്കാനുള്ളത്. അപ്പം നമ്മൾ എഴുതുവാണെങ്കിലും നമുക്കൊരു ഗ്രാഫ് തന്ന അതിന്റെ ട്രാവേഴ്സൽ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് എഴുതാൻ പറയുവാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇനീഷ്യലി നമ്മുടെ പക്കൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സേ നമ്മുടെ സോഴ്സ് വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് വെക്കുക. ഓക്കെ, വി സ്റ്റാർട്ട് ഫ്രം ഹിയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം, ആ 0 എന്ന് പറയുന്ന നോഡിനെ നമ്മുടെ ക്യൂവിനകത്തോട്ടേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും, NQ ചെയ്യും. NQ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ നോഡ് വിസിറ്റഡ് ആക്കി മാറ്റും. വിസിറ്റഡ് എന്ന് പറയുന്ന ഒരു ബൂളിയൻ അറേ ആണെന്ന് പറഞ്ഞു. T എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രൂ, വിസിറ്റഡ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള
എലമെന്റിനെ എന്ത് ചെയ്യും, പോപ്പ് ചെയ്ത് ഈ പറയുന്ന RES റിസൾട്ട് എന്ന് പറയുന്ന അറയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അതിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ നമ്മൾ ചെയ്യുന്നത് ഈ ക്യൂവിനകത്തേക്ക് സീറോ എന്ന് പറയുന്ന നോഡിന്റെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന അൺവിസിറ്റഡ് നൈബേഴ്സിനെ, അൺവിസിറ്റഡ് നൈബേഴ്സ് ഇതിൽ ഏതൊക്കെയാണ്, 1ഉം 2ഉം. ആ 1ഉം 2ഉം നമ്മൾ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇപ്പൊ ക്യൂവിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 1 ആണ്, റിയർ എന്ന് പറയുന്നത് 2 ആണ്. ഈ 1ഉം 2ഉം നമ്മൾ ക്യൂവിലോട്ട് എടുത്തിട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ രണ്ട് നോഡ്സിന്റെയും വിസിറ്റഡ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ട്രൂ ആക്കി ഇടും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ 1നെ എന്ത് ചെയ്യും, നേരെ ആ റിസൾട്ട് എന്ന് പറയുന്ന അറയിലോട്ട് നമ്മൾ NQ ചെയ്യും. NQ അല്ല, ഇൻസേർട്ട് ചെയ്യും. ഇതിന്ന് പോപ്പ് ചെയ്തിട്ട് ക്യൂവിൽ നിന്ന് നമ്മൾ DQ ചെയ്തിട്ടാണ് അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ക്യൂവിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ 1 എന്ന് പറയുന്ന ഈ നോഡ് ഉണ്ടല്ലോ, ഇതിന്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നൈബേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ നമ്മളിവിടെ 3 ഉണ്ട് എന്ന് മനസ്സിലാക്കും. ആ 3 നമ്മൾ ക്യൂവിലോട്ട് എന്ത് ചെയ്യും, NQ ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, 3 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. എന്ത് ചെയ്യാം, അതിനെ വിസിറ്റഡ് ആയിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കാം, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഏത്, വിസിറ്റഡ് എന്ന് പറയുന്ന അറേ. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഇപ്പൊ ക്യൂവിനകത്ത് ഫ്രണ്ട് ഏതാണോ ആ ചങ്ങാതിനെ ഞാൻ അതിന്ന് DQ ചെയ്ത് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അറയിലോട്ട് അങ്ങ് മൂവ് ചെയ്യും. ഇപ്പൊ ഫ്രണ്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെക്ക് ചെയ്യണം, 2വിന്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നൈബേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് 4 കിടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുക. 4 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ക്യൂവിലോട്ട് എടുത്തിടും. ക്യൂവിലോട്ട് ആ വാല്യൂ ഞാൻ പുഷ് ചെയ്തത് കൊണ്ട് തന്നെ, NQ ചെയ്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഞാൻ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, 3 എന്ന് പറയുന്ന ആ വാല്യൂ ക്യൂവിൽ നിന്ന് DQ ചെയ്ത് റിസൾട്ട് എന്ന് പറയുന്ന എൻ്റെ അറയിലോട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാ, ഈ 3 ഇങ്ങോട്ടേക്ക് ഞാൻ മൂവ് ചെയ്യുമ്പോൾ 3യുടെ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നൈബേഴ്സ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കി. അൺവിസിറ്റഡ് ആയിട്ടുള്ള നൈബേഴ്സ് ഒന്നും കിടക്കുന്നില്ല. ഇപ്പൊ ക്യൂവിൽ ആര് കിടക്കുന്നുണ്ട്, 4 കിടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ആ 4 വെച്ച് പ്രൊസീഡ് ചെയ്യും. 4 വെച്ച് പ്രൊസീഡ് ചെയ്യാന്ന് പറയുമ്പോൾ 4 എന്ന് പറയുന്നത് ഞാൻ ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്ത്, ക്യൂവിൽ നിന്ന് DQ ചെയ്ത് നേരെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അറയിലോട്ട് മാറ്റും. ഓക്കെ, ഇനി 4ന് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുള്ള നൈബേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വേറെ നോട്ട്സ് ഒന്നുമില്ല. 4ന്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്, അല്ലെ? 4ന്റെ നൈബേഴ്സ് 2ഉം 3ഉം ആണ്. ഈ 2ഉം 3ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ എനിക്കിനി ഫെർദർ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കാം എന്ത്, ഇനി ക്യൂവിനകത്ത് വേറെ എലമെന്റ്സ് ഒന്നും ബാക്കിയില്ല. സോ ഈ ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ റിസൾട്ട് എന്ന് പറയുന്ന ഈ അറേ ഉണ്ടല്ലോ, ഈ ഓർഡർ അങ്ങോട്ടേക്ക് എടുത്തെഴുതിയാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഫൈനൽ BFS ട്രാവേഴ്സൽ ഓർഡർ, വിച്ച് ഈസ് 0 1 2 3 4. ഓക്കെ, ഈ BFS ട്രാവേഴ്സലിന്റെ ടൈം കോംപ്ലക്സിറ്റി പഠിച്ചു വെക്കുന്നത് ഒന്ന് നന്നായിരിക്കും. ഓർഡർ ഓഫ് V+E, ഇതാണ് BFSന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വെർട്ടിസസ് ആൻഡ് E മീൻസ് എഡ്ജസ്. ഇതിന് രണ്ടിന്റെയും സമ്മ്, അതിന്റെ ഓർഡറിലായിരിക്കും എന്ത് വരുന്നത്, ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുക, സൈക്കിൾ ഡിറ്റക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ BFS യൂസ് ചെയ്യുന്നത്. അനദർ ടൈപ്പ് ഓഫ് ഗ്രാഫ് ട്രാവേഴ്സൽ ആണ് DFS അല്ലെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ അഡ്ജസന്റ് വെർട്ടീസസും 1 by 1 ആയിട്ട് ട്രാവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു അഡ്ജസന്റ് വെർട്ടെക്സ് അതിലോട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, we completely finish the traversal of all vertices reachable through that adjacent vertex. ഇത് നമ്മൾ ട്രീ ട്രാവേഴ്സൽ ചെയ്യുന്ന പോലെയാണ്. പർട്ടിക്കുലർലി സ്പീക്കിംഗ് പ്രീ ഓർഡർ ട്രീ ട്രാവേഴ്സലിന് സിമിലർ ആണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെയിം ആണെന്നല്ല പറഞ്ഞത്, സിമിലർ ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. സിമിലർ ടു
പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അതായത് നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ ട്രീ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ദെൻ ലെഫ്റ്റ് സബ് ട്രീ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യും, വിസിറ്റ് ചെയ്യും. ദെൻ റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് DFSനകത്തും. പക്ഷെ ഈ ഗ്രാഫ് ആവുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്, ഗ്രാഫിനകത്ത് ചിലപ്പോൾ സൈക്കിൾസ് വന്നേക്കാം. അതായത് എ നോഡ് മേ ബി വിസിറ്റഡ് മോർ ദാൻ വൺസ്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു നോഡ് മൾട്ടിപ്പിൾ ടൈംസ് പ്രോസസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൂളിയൻ വിസിറ്റഡ് അറേ ഈ DFSനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനീഷ്യലി തന്നെ അതിന്റെ വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും, ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. ഓക്കെ, അതായത് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇത് മൊത്തത്തിൽ 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ട്രൂ ആവുന്ന കേസിൽ, വിസിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ അതിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രൂ ആയിട്ട് ബൂളിയൻ അറേ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ ലോജിക് എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വിസിറ്റഡ് അറേ ഉണ്ടായിരിക്കും. ഏതൊക്കെ നോട്ട്സ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു റിസൾട്ട് അറേ ഉണ്ടായിരിക്കും നേരത്തെ പോലെ തന്നെ. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നേരത്തെ BFS ബ്രെഡ് ഫസ്റ്റ് സെർച്ച് നമ്മൾ ക്യൂ യൂസ് ചെയ്താണ് ഇംപ്ലിമെന്റ് ചെയ്തതെങ്കിൽ DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനകത്ത് നമ്മൾ സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് എപ്പോഴും ഈ പറയുന്ന BFSലും DFSലും സ്റ്റാക്ക് ആണോ ക്യൂ ആണോ എന്നുള്ളത് ഓർത്ത് വെക്കുന്നതിന് ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ BFSനകത്ത് ക്യൂവും DFSനകത്ത് സ്റ്റാക്കും ആണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ. അപ്പം അത് ഓർത്ത് വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കും, പക്ഷെ എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഞാൻ നോക്കുകയാണെങ്കിൽ Bക്ക് ശേഷമാണ് D വരുന്നത്. സോ Q ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഞാൻ ക്യൂവും സ്റ്റാക്കും എടുത്തു കഴിഞ്ഞാൽ ക്യൂവിന് ശേഷമാണ് സ്റ്റാക്ക് S സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഓർഡറാണ് ഞാൻ എല്ലായ്പ്പോഴും മനസ്സിൽ വെക്കുന്നത്. സോ ദാറ്റ് ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ്. അതായത് BFS യൂസ് ചെയ്യുമ്പോൾ ക്യൂവും DFS യൂസ് ചെയ്യുമ്പോൾ സ്റ്റാക്കുമാണ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ മറന്നു പോവില്ല. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ എനിക്ക് കുറച്ച് നോട്ട്സ് ഉണ്ട്, 5 നോട്ട്സ് ആണുള്ളത്. എല്ലാം ഞാൻ ഇനീഷ്യലി ഫോൾസ് ആയിട്ട്, വിസിറ്റഡ് അറേ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഐട്രേഷനിൽ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് നോഡ് അങ്ങോട്ട് സ്റ്റാക്കിലോട്ട് ഞാൻ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. എന്നിട്ട് ആ പുഷ് ചെയ്യുന്ന എലമെന്റ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അറേക്കകത്തും സ്റ്റോർ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിസിറ്റഡ് എന്ന് പറയുന്നത് ഞാൻ ട്രൂ ആയിട്ട് മാർക്ക് ചെയ്യും. നേരത്തെ ഫോൾസ് ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് സെക്കൻഡ് ഐട്രേഷനിൽ ഞാൻ ചെയ്യുന്ന കാര്യം, അതിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന, 0ക്ക് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വേറൊരു നോഡ് ഞാൻ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. 1 സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തോന്നും 2 സെലക്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ 2 സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ 1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ എൻ്റെ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യും. എൻ്റെ റിസൾട്ട് അറേയിലോട്ട് ഞാൻ എന്ത് ചെയ്യും, ആ വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യും. കറസ്പോണ്ടിങ് വിസിറ്റഡ് അറേ, അതിൻ്റെ ഇൻഡെക്സിനകത്ത് ആ കറസ്പോണ്ടിങ് ഇൻഡെക്സിനകത്ത് വരുന്ന വാല്യൂ ഞാൻ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തു, വിസിറ്റഡ് ട്രൂ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം, 1ന് അഡ്ജസൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് നൈബർ എടുക്കുകയാണ്, വിച്ച് ഇസ് 2. 0യും ഉണ്ട് 2 ഉണ്ട്. 0 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ ഐ ചൂസ് 2. ആ 2 എന്ന് പറയുന്നത് ഞാൻ ഈ റിസൾട്ട് അറേയിലോട്ട് വിട്ടു, എൻ്റെ സ്റ്റാക്കിനകത്തോട്ട് വിട്ടു. സ്റ്റാക്കിനകത്ത് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ വിസിറ്റഡ് എന്നുള്ളത് ട്രൂ ആക്കിയിട്ട് മാർക്ക് ചെയ്തു. ദെൻ 2ന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന അൺവിസിറ്റഡ് നോഡ്സ് ഏതാണ്, വെർട്ടെക്സ് അല്ലെ വെർട്ടിസസ് ഏതാണെന്നുള്ളത് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് നെക്സ്റ്റ് ഞാൻ 3 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യാണ്. 4 എനിക്ക് ചൂസ് ചെയ്തൂടെ, ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് അപ് ടു അസ്. നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഏത് ഓർഡറിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി 3 ആണ്
ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്തു, നേരത്തെ പോലെ തന്നെ എൻ്റെ സ്റ്റാക്കിനകത്തോട്ട് അത് ഞാൻ പുഷ് ചെയ്തു. റിസൾട്ട് അറേക്കകത്തോട്ട് ഞാൻ ആ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. കറസ്പോണ്ടിങ് വിസിറ്റഡ് എന്ന് പറയുന്നത് ട്രൂ ആക്കിയിട്ട് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, സ്റ്റാക്കാണ് അല്ലേ, സ്റ്റാക്കാണ്. 3യിൽ നിന്ന് ഞാൻ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നോട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. 3യിൽ നിന്ന് 3ക്ക് അഡ്ജസന്റ് ആയിട്ട് നൈബേഴ്സ് ഒന്നും അൺവിസിറ്റഡ് ആയിട്ട് ഇല്ല. സോ ഐ നീഡ് ടു ബാക്ക് ട്രാക്ക്. ആ കേസിൽ ഞാൻ എന്ത് ചെയ്തു, 3 എൻ്റെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തു. 3 സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് ദെൻ ഞാൻ നേരെ ബാക്ക് ട്രാക്ക് ചെയ്യാണ്. 2ലേക്ക് എത്തി. 2ലേക്ക് എത്തിയതിന് ശേഷം നെക്സ്റ്റ് 2ൽ നിന്ന് അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നോട്ട്സ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. അപ്പോഴാണ് 4 കിടക്കുന്നത് ഞാൻ കാണുന്നത്. 4 അൺവിസിറ്റഡ് ആണ്. സോ എന്ത് ചെയ്യും, ആ 4 ആയിരിക്കും നെക്സ്റ്റ് ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. 4 എന്നുള്ളത് ഞാൻ റിസൾട്ട് അറേയിലോട്ട് കോപ്പി ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ കറസ്പോണ്ടിങ് വിസിറ്റഡ് എന്നുള്ളത് ട്രൂ ആയിട്ട് മാർക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഇത് വിഷ്വലി വിസിബിൾ ആണ്, ക്ലിയർ ആണ്, എന്ത് ഇത് കംപ്ലീറ്റ് എല്ലാ നോട്ട്സും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ഈ ചങ്ങാതിക്ക് അറിയാൻ പാടില്ല ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ നോഡിലെയും ബാക്കിയുള്ള എല്ലാ നോട്ട്സും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞോ ഇല്ല എന്ന് അറിയില്ല. സോ ഫസ്റ്റ് ഇനി 4ന് നിയർ ബൈ ആയിട്ട് അൺവിസിറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് നോട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ 4 എന്ന് പറയുന്നത് നമ്മൾ പോപ്പ് ചെയ്ത് കളയും. ബാക്ക് ട്രാക്ക് ചെയ്ത് 2വിലെത്തും. ദെൻ 2വിൽ എത്തിക്കഴിഞ്ഞിട്ട് 2വിൽ നിന്ന് അൺവിസിറ്റഡ് ആയത് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാത്തത് കൊണ്ട് എന്ത് ചെയ്യും, 2 നമ്മൾ പോപ്പ് ചെയ്ത് കളയും. ദെൻ ബാക്ക് ട്രാക്ക് ചെയ്ത് 1ലെത്തും. 1ലെത്തി 1ന് നൈബേഴ്സ് ആയിട്ട് ഏതെങ്കിലും അൺവിസിറ്റഡ് എലമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് 1 നമ്മൾ പോപ്പ് ചെയ്ത് കളയും. ദെൻ ബാക്ക് ട്രാക്ക് ചെയ്ത് 0ലെത്തും. 0ക്ക് നിയർ ബൈ ആയിട്ട് നൈബേഴ്സ് ആയിട്ട് ഏതെങ്കിലും അൺവിസിറ്റഡ് നോട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ലാത്തത് കൊണ്ട് 0 ഞാൻ എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും. ഇപ്പോ സ്റ്റാക്ക് എം ടി ആയല്ലോ അല്ലേ. സ്റ്റാക്ക് എം ടി ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇതിനകത്ത്, കോഡിനകത്ത്. ഓക്കെ, DFS ആയിക്കോട്ടെ BFS ആയിക്കോട്ടെ, ഗ്രാഫ് ട്രാവേഴ്സൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഓർഡേഴ്സിലുള്ള ട്രാവേഴ്സൽസ് കാണും. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സോഴ്സ് നോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് 0 ഫസ്റ്റ് നോഡായിട്ട് വന്നത്. ബട്ട് സപ്പോസ് ഞാൻ 4 എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 4 ആയിരിക്കും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഏത് നോഡാണ് നമ്മൾ സോഴ്സ് നോഡായിട്ട് ചൂസ് ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് നമ്മൾ അഡ്ജസന്റ് നോഡ്സ് ഏതാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ട്രാവേഴ്സൽ. സോ DFSനാണെങ്കിലും BFSനാണെങ്കിലും മൾട്ടിപ്പിൾ ഓർഡേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DFSന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് BFSന്റേതുപോലെ തന്നെയാണ്. ഓർഡർ ഓഫ് V പ്ലസ് E ആയിരിക്കും. V എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസും E എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസും ആയിരിക്കും. ഗ്രാഫ്സിൽ സൈക്കിൾസ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ DFSും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്സിൽ ടോപ്പോളജിക്കൽ സോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കണക്റ്റഡ് കോമ്പണൻസ് ഏതിനകത്ത് അൺഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് ഫൈൻഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് DFS യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഡിഫറൻസസ്, ഇപ്പൊ BFSും DFSും എടുക്കുവാണെങ്കിൽ BFSൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. DFSലാണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിക്കർഷനും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. DFSനകത്ത് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ ഓർഡറിലാണ്, ആ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ട്രാവേഴ്സൽ സ്ട്രാറ്റജി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ BFSനകത്ത് ലെവൽ ബൈ ലെവൽ ആണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. പക്ഷെ DFSനകത്താണെങ്കിലോ ഡെപ്ത് വൈസ്, അതായത് നമ്മൾ ഡീപ്പായിട്ട് അങ്ങ് പോയിട്ട് ബാക്ക് ട്രാക്ക് ചെയ്യും. അതാണ് DFSനകത്ത് ചെയ്യുന്നത്. അൺവെയ്റ്റഡ് ഗ്രാഫിലാണെങ്കിൽ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ BFS ആണ് യൂസ് ചെയ്യുക, DFS ആയിരിക്കില്ല. ഈ BFSും DFSും നമുക്ക് എന്തിനു യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, സൈക്കിൾ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ,
സോ ഇത്രയാണ് BFSലും DFSലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. അപ്പൊ ഈ ഗ്രാഫ് ട്രാവേഴ്സിൽ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.